മയക്കുമരുന്ന് സംഘങ്ങൾക്കെതിരെ അതിശക്തമായ നീക്കമാണ് എടക്കാട് പോലീസ് ആരംഭിച്ചിട്ടുള്ളത്. പ്രധാന മയക്കുമരുന്ന് ഏജന്റുമാരെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു. ഇവരുടെ പല വീടുകളിലും പോലീസ് എത്തുകയും ചെയ്തിട്ടുണ്ട്. 10 ഹോട്ട്സ്പോട്ടുകളാണ് ഈ മയക്കുമരുന്ന് സംഘങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇവിടെയെല്ലാം മഫ്തിയിലടക്കമുള്ള നിരീക്ഷണം എല്ലാ ദിവസവും നടത്താനാണ് തീരുമാനം. എടക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം ലഹരി മാഫിയ സംഘം താവളമാക്കിയ 10 ഇടങ്ങൾ. ഏറെ നാളത്തെ നിരീക്ഷണങ്ങൾക്ക് ശേഷം പോലീസ് ഈ സംഘങ്ങളുടെ എല്ലാ നീക്കങ്ങളും ഒപ്പിയെടുത്തു. ആരൊക്കെയാണ് ഇതിന്റെ കണ്ണികളെന്നും പോലീസിന് വിവരം ലഭിച്ചു. പോലീസ് ഇറങ്ങിയതോടെ ഈ സംഘങ്ങൾ തൽക്കാലം മുങ്ങി. പക്ഷേ പിടിവിടാതെ പോലീസ് പിന്നാലെയുണ്ട്. ഈ ലഹരി സംഘങ്ങളുടെ വീടുകൾ വരെ പോലീസ് കണ്ടെത്തിക്കഴിഞ്ഞു. 6 ഇടങ്ങളിൽ പോലീസ് എത്തി. അതിൽ മുഹമ്മദ് റിഷാൻ എന്ന പാച്ചാക്കര സ്വദേശിയുടെ വീട്ടിൽ നിന്ന് 4 ഗ്രാമോളം MDMA കണ്ടെത്തി. MDMA തൂക്കി നൽകുന്നതിനുള്ള ത്രാസും വീട്ടിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. പ്രതി ഒളിവിലാണ്. അതിശക്തമായ നടപടിയാണ് മയക്കുമരുന്ന് സംഘങ്ങൾക്കെതിരെ സ്വീകരിക്കുകയെന്ന് എടക്കാട് SI N ദിജേഷ് പറഞ്ഞു. സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ, ACP TK രത്നകുമാർ എന്നിവരുടെ നിർദ്ദേശപ്രകാരം നിരന്തര പരിശോധനക്കാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. പല ഭാഗങ്ങളിൽ സ്റ്റേഷൻ്റെ പല ഭാഗങ്ങളായിട്ട് മുടപ്പലങ്ങാട്, അതുപോലെ തന്നെ നടാല്, മൂന്നുപെരിയ, പുതുവാച്ചേരി ഭാഗങ്ങളിൽ ഇതിൻ്റെ ഉപയോഗം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ റെയ്ഡുകൾ നമ്മൾ നടത്താൻ സബ് ഡിവിഷൻ തലത്തിൽ നമ്മൾ ACP സാറിൻ്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിലും സബ് ഡിവിഷൻ തലത്തിൽ നമ്മൾ റെയ്ഡുകൾ നടത്തുന്നുണ്ട്. പല ഭാഗങ്ങളിൽ സ്റ്റേഷനിലെ വണ്ടികൾ വന്നിട്ട് എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ ചെക്കിങ് നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ തുടർന്നും ചെക്കിങ് നടത്തുന്നതായിരിക്കും. മയക്കുമരുന്ന് സംഘങ്ങളുമായി ബന്ധമുള്ളവരെ പോലീസ് കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മയക്കുമരുന്ന് വ്യാപാരത്തിൽ ഏർപ്പെടുന്നവരുടെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നടപടിയും ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ സ്റ്റേഷൻ പരിധിയിൽ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ടവരുടെ ലിസ്റ്റ് ഏകദേശം തയ്യാറാക്കിയിട്ടുണ്ട്. പൊതുവാച്ചേരി ഭാഗങ്ങളിൽ ഏകദേശം ലിസ്റ്റ് കിട്ടിയ പ്രകാരമുള്ള ആളെ നമ്മൾ കാപ്പ അടക്കം ചുമത്തിക്കൊണ്ട് നടപടി സ്വീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ മയക്കുമരുന്നിൻ്റെ കേസിൽ ഉൾപ്പെടുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ട് സമ്പാദിക്കുന്നതിൻ്റെ സ്വത്തുക്കളും മറ്റും കണ്ടുകെട്ടി സർക്കാരിലേക്ക് കണ്ടെത്തുന്നതായിരിക്കും. അതിനുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചു വരുന്നുണ്ട്. പുറത്തുനിന്ന് വരുന്നവരാണ് മുഴപ്പിലങ്ങാട്ടെ ലഹരി വ്യാപാരത്തിലെ പ്രധാന കണ്ണികൾ. മുഴപ്പിലങ്ങാട് ബീച്ച് കേന്ദ്രീകരിച്ചാണ് ഈ ലഹരി മാഫിയ സംഘം പ്രധാനമായും പ്രവർത്തിക്കുന്നത്. ഇതേക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ പോലീസിന്റെ പക്കലുണ്ട്. പലരും നിരീക്ഷണത്തിലുമാണ്. മുഴപ്പിലങ്ങാട് ബീച്ചായിരുന്നു ഒരു കാലത്ത് മയക്കുമരുന്ന് വ്യാപാരത്തിന്റെ പ്രധാന ഹബ്ബ്. പോലീസിന്റെ നിരന്തര ഇടപെടൽ ഇതിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴും ലഹരി സംഘങ്ങൾ വ്യാപകമാണെന്ന് പ്രദേശവാസികൾ. മുഴപ്പിലങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മയക്കുമരുന്നിൻ്റെ ശരിയായ പ്രഭവ കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുഴപ്പിലങ്ങാടേക്ക് പല ആളുകളും മയക്കുമരുന്ന് എത്തിക്കുന്നുണ്ട് എന്നാണ് വിവരം കിട്ടിയത്. പോലീസ് അധികാരികളുടെ ശക്തമായ നടപടികൾ കൊണ്ടാണ് അല്പമെങ്കിലും ഇവിടെ ഇതിൻ്റെ വ്യാപ്തി കുറഞ്ഞിരിക്കുന്നത്. എന്നാൽ പൊതുജനങ്ങളുടെ മുഴുവൻ സഹകരണത്തോടു കൂടി മാത്രമേ ഇതിനെ വേരറക്കാൻ കഴിയൂ എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ബീച്ച് പരിസരത്ത് എല്ലാ ഭാഗത്തും എല്ലാ തൊഴിൽ മേഖലയിലും, മത്സ്യബന്ധന മേഖലയായാലും അതെല്ലാം മറ്റുള്ള തൊഴിൽ മേഖലയായാലും പിന്നെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ വാസകേന്ദ്രത്തിലായാലും ഇവരൊക്കെ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. അതിൻ്റെ വിവരം പോലീസ് അധികാരികൾക്കും ഉണ്ട്. ആ നിലക്കാണ് ഇപ്പോൾ അടുത്തെല്ലാം ഇത്രയും വലിയ ഈ മയക്കുമരുന്ന് വേട്ട നടത്താൻ എടക്കാട് പോലീസുകാർക്കും മറ്റുള്ള അധികാരികൾക്കും ഒക്കെ കഴിഞ്ഞിരിക്കുന്നത്. പുറത്തുനിന്ന് വരുന്നവരാണ് മുഴപ്പിലങ്ങാടിനെ ലഹരിയിൽ മുക്കുന്നത്. ഇതെല്ലാം പുറത്തുനിന്ന് വന്നിട്ടുള്ള എല്ലാ മാഫിയകളും പുറത്തുനിന്ന് വന്നിട്ടുള്ളതാണ്. ഇവിടെ നമ്മുടെ പ്രദേശത്തുള്ള ആരുമല്ല ഇവിടെ നമ്മളിവിടെ ജനിച്ച് വളർന്ന ഒരു ടീം ഉണ്ടാവില്ലേ, ഇതെല്ലാം തലശ്ശേരി വിവാദത്തെല്ലാം വന്നിട്ട് ചെയ്യുന്ന പാർട്ടിയാണ്. അല്ലാണ്ട് ഇവിടെയുള്ള അങ്ങനത്തെ ആരുമല്ല. പോലീസ് എല്ലാ വർഷവും നടത്തിയിട്ടില്ലെങ്കിൽ ഇത് കൈവിട്ടു പോകും. അത്രയും ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് മലപ്പുറങ്ങാട് ഭാഗത്തുള്ളൂ. സിറിഞ്ചടക്കം ലഹരി മാഫിയ സംഘങ്ങൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും പല സ്ഥലങ്ങളിലും കാണാൻ കഴിയാറുണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. മുമ്പൊക്കെ ഇങ്ങനെ ഒരു സിറിഞ്ചും കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ടായി. ഇങ്ങനെ കോഴിക്കോട് വന്ന സമയത്ത് ഇങ്ങനെ നടത്തിയിട്ട് പോകുമ്പോൾ രാവിലെ സമയത്ത് കിട്ടുന്ന ഒരു 3-4 സിറിഞ്ചൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഇത് ശക്തമായ ഇതിൽ നേരിടണം. അതിനെല്ലാവരും ഇതിൽ നിൽക്കണം. നാട്ടുകാരും പോലീസുകാരും എല്ലാവരും
ഇതിലിങ്ങനെ സഹകരിച്ച് മുന്നോട്ട് പോകണം. ബാംഗ്ലൂരിൽ നിന്നാണ് വൻതോതിൽ MDMA കടത്തുന്നത്. തലശ്ശേരിയിൽ എത്തിക്കുന്ന MDMA ചെറു പാക്കുകളിലാക്കിയാണ് മുഴപ്പിലങ്ങാടേക്ക് കൊണ്ടുവരുന്നത്. തലശ്ശേരിയിൽ നിരീക്ഷണം ശക്തമാക്കിയതോടെ ഈ സംഘങ്ങളും നിലവിൽ മുഴപ്പിലങ്ങാട്ടേക്ക് താവളം മാറ്റിയിട്ടുണ്ട്. കണ്ണൂർ സിറ്റി, മുഴപ്പിലങ്ങാട്, തലശ്ശേരി എന്നിവ കേന്ദ്രീകരിച്ച് ഒരു ഗ്യാങ് പ്രവർത്തിക്കുന്നതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. മഫ്റ്റിയിൽ അടക്കം പോലീസിനെ പല ഭാഗത്തും നിയോഗിച്ചു കഴിഞ്ഞു. സംശയകരമായ നിലയിൽ എന്ത് കണ്ടാലും പൊതുജനങ്ങൾ പോലീസിനെ അറിയിക്കണമെന്ന് ACP TK രത്നകുമാറും അഭ്യർത്ഥിച്ചു. ജനകീയ ഇടപെടൽ കൂടി ഉണ്ടായാൽ പോലീസിന് കാര്യങ്ങൾ എളുപ്പമാകും. വിവരം നൽകുന്നവരെക്കുറിച്ചുള്ള ഒരു കാര്യവും പുറത്തുവിടില്ല. അതിശക്തമായ നീക്കമാണ് മയക്കുമരുന്ന് സംഘങ്ങൾക്കെതിരെ എടക്കാട് ആരംഭിച്ചിട്ടുള്ളത്. രഹസ്യ കേന്ദ്രങ്ങൾ, ആളൊഴിഞ്ഞ കെട്ടിടങ്ങൾ, ഒളിക്കാനുള്ള നിരവധി ഇടങ്ങൾ, ഇതൊക്കെയാണ് മുഴപ്പിലങ്ങാട് മേഖലയിൽ ലഹരി മാഫിയ സംഘം താവളമാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഒരു കാലത്ത് ലഹരി മാഫിയ സംഘത്തിൻ്റെ പ്രധാന ഹബ്ബായി മാറിയത് മുഴപ്പിലങ്ങാട് പ്രദേശമാണ്. പോലീസിൻ്റെയും എക്സൈസിൻ്റെയും അതിശക്തമായ നിരീക്ഷണത്തെ തുടർന്ന് അതിന് ചെറിയ തോതിൽ കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ വീണ്ടും മറ്റിടങ്ങളിൽ നിന്നും ആളുകൾ ഇങ്ങോട്ടേക്ക്, ഈ ലഹരി മാഫിയുമായി ബന്ധപ്പെട്ട ആളുകൾ വരുന്നുണ്ട് എന്ന വിവരമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിശക്തമായ റെയ്ഡ് തുടരുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മുഴപ്പിലങ്ങാട് നിന്നും ക്യാമറമാൻ പ്രിയേഷ് അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.